റെയിൽവേ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ ഒക്കെ വരുന്ന CBT-2 ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഒരു 4ാമത്തെ വീഡിയോ ആണ്. ബാക്കിയുള്ള വീഡിയോ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ വീഡിയോയിൽ 3 കാര്യങ്ങൾ നോക്കി: ഡ്രോയിങ് പേപ്പർ, ഡ്രോയിങ് ബോർഡ്, T സ്കെയിൽ. ഇത് അടുത്ത ഒരു ഭാഗം വരുന്നതാണ്. അടുത്തൊരു ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ് പെൻസിൽ. മറ്റേ 3നെ പോലെ തന്നെ എനിക്കൊന്ന് അതിൽ ഡ്രോയിങ് ഷീറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുന്നതാണ് ഡ്രോയിങ് പെൻസിൽ. ഒന്നിക്കൽ ഡ്രോയിങ് ഷീറ്റിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ 841x1189 അത് വെച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഈ പെൻസിലിൻ്റെ ടൈപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കാം. ഡ്രോയിങ് പെൻസിൽ, ഡ്രോയിങ്ങിന് യൂസ് ചെയ്യുന്ന പെൻസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഹാർഡ്നെസ്സും, അതായത് അതിൻ്റെ ഹാർഡ്നെസ്സും അതിൻ്റെ ബ്ലാക്ക്നെസ്സും ഒക്കെ അടിസ്ഥാനമായിട്ട് 18 ഗ്രേഡായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് 18 എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ വേറെ സെർച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ 18-ലധികം ഉണ്ട്. പക്ഷേ നമ്മൾ സിലബസ് പ്രകാരം 18 ഗ്രേഡായിട്ട് 18നെ 3 സെറ്റായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഈ 18 എണ്ണത്തിന് 6 6 എന്നുള്ള 3 സെറ്റായിട്ട് 6 6 6 എണ്ണത്തിൻ്റെ 3 സെറ്റായിട്ടാണ് ഈ 18 ഗ്രേഡുകളെ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ ഡ്രോയിങ് പെൻസിലൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കട്ടിയില്ലേ, നമ്മൾ സാധാരണ പെൻസിലല്ലാതെ വാങ്ങുമ്പോൾ ഈ HB, HB, H1, H3 അങ്ങനെ പല പേരും കിട്ടിയിട്ടുണ്ടാവും. ഈ H എന്താണ്, B എന്താണ് എന്നുള്ളതാണ്. H എന്ന് പറയുന്നത് ഹാർഡ്നെസ്, B എന്ന് പറയുന്നത് ബോണ്ട് എന്നും പറയുന്നുണ്ട്, അതുപോലെ ബ്ലാക്ക്നെസ്സും ഉണ്ട്. ബ്ലാക്ക് അതായത് അതിൻ്റെ കറുത്ത നിറം എത്രയാണെന്നുള്ളത്. അതായത് ഒരു പെൻസിലിന് മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനുള്ള ഹാർഡായിട്ടിരിക്കണം. രണ്ടാമത്തത് അതിന് നിറം, നല്ല കട്ടി നിറവും വേണം, കറുത്ത കളറ് കൂടുതലുണ്ടാവണം. ചിലപ്പോൾ ഈ നമ്മൾ കളർ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ മായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനാണെങ്കിൽ നേരിയ വര മതി. അത് ബ്ലാക്ക്നെസ് കുറഞ്ഞത്. അപ്പോൾ ബ്ലാക്ക്നെസ് കൂടിയിട്ടുള്ളതും വേണം, കുറഞ്ഞിട്ടുള്ളതും വേണം. അപ്പോൾ ആ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഇത് തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു പെൻസിലിൻ്റെ ലെഡ് എന്ന് പറയുന്നത് ഗ്രാഫൈറ്റും കാവലിൻ ക്ലേ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ മണ്ണ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ക്ലേ, അതായത് ഗ്രാഫൈറ്റ്, ക്ലേ രണ്ടും ചേർത്തിട്ടാണ് നമ്മൾ ഈ പെൻസിലിൻ്റെ ലെഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രാഫൈറ്റ് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഗ്രാഫൈറ്റ് കൂടുമ്പോഴാണ് ഇതിൻ്റെ കറുത്ത നിറം കൂടുന്നത്, അത് കറുപ്പ് ബ്ലാക്ക്നെസ് കൂടുന്നത് ഗ്രാഫൈറ്റ് കൂടുമ്പോൾ. ഈ ക്ലേ എന്ന് പറയുന്നത് കൂടുമ്പോഴാണ് അത് കട്ടി കൂടുന്നത്, ഹാർഡർ ആവുന്നത്. മോർ ദ എമൗണ്ട് ഓഫ് ക്ലേ ഹാർഡർ ദ പെൻസിൽ വിൽ ബി. അപ്പോൾ നമ്മൾ ഈ H എന്ന് പറയുമ്പോൾ എന്താണ്, ഹാർഡ്നെസ്. അപ്പോൾ B എന്ന് പറയുന്നത് ബോണ്ട് അഥവാ ബ്ലാക്ക്നെസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റുമല്ലോ, H കൂടിയത്, അതായത് ഹാർഡ്നെസ് കൂടുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്, ക്ലേ കൂടുമ്പോൾ. അപ്പോൾ സിമ്പിളായിട്ട് ഈ 2 കാര്യങ്ങൾ ആലോചിക്കുക. ലെഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഗ്രാഫൈറ്റും ഉണ്ടാവും, ക്ലേയും ഉണ്ടാവും. ക്ലേൻ്റെ നിറം കറുപ്പല്ലല്ല. അപ്പോൾ ക്ലേൻ്റെ ഉദ്ദേശം എന്താണ്, കറുപ്പ് കൊടുക്കാനല്ല, അതിൻ്റെ കട്ടി കൂട്ടാനാണ്. അപ്പോൾ ക്ലേ കൂടുന്നതാണ് ഹാർഡ്നെസ് കൂടുന്നത്, ഗ്രാഫൈറ്റിൻ്റെ അളവ് കൂടുമ്പോഴാണ് അതിൻ്റെ ബ്ലാക്ക്നെസ് കൂടുന്നത്. അപ്പോൾ Hഉം B. അപ്പോൾ വീണ്ടും 18 ഗ്രേഡിലാണ് തിരിച്ചിട്ടുള്ളത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് പെൻസിലിൻ്റെ ഗ്രേഡുകൾ. ഇവിടെ നോക്കുക, ഇത് നോക്കുക, ഇതല്ല ഇത് നോക്കുക. 18 ടൈപ്പാണ് പെൻസിലുള്ളത്. അതിൽ 6 എണ്ണത്തിൻ്റെ 3ആയി തിരിച്ചിട്ടുണ്ട്. ആദ്യം ഹാർഡ്, മീഡിയം, സോഫ്റ്റ്. ഈ ഓരോ 6 എണ്ണത്തിനെയും നെയിം ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു H, അതിൻ്റെ കൂടെ ഒരു നമ്പർ 9H, 8H, 7H. അപ്പോൾ അങ്ങനെ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 9H, 8H, 7H, അങ്ങനെയാണ് ഇതിന് നമ്പർ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മളെ ക്വസ്റ്റ്യനായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേതെങ്കിലും ഒന്ന് തരും. 4H ഹാർഡാണോ, മീഡിയം ആണോ, സോഫ്റ്റ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് ഏത് ഗ്രേഡിൽ പെടുന്നതാണെന്നുള്ളതാണ് അധിക ക്വസ്റ്റ്യനും സാധ്യതയുള്ളത്, അത് ഏത് ഗ്രേഡിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ഇതിൻ്റെ നമ്പറിങ് എങ്ങനെയാണെന്ന് സിമ്പിളായിട്ട് നോക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എണ്ണിയാൽ മനസ്സിലാവും, ഇത് 18ൽ കൂടുതലുണ്ട്, ഇത് 18ൽ ഇത് 20 എണ്ണം ഉണ്ട്, ശരിക്കും എണ്ണിയാൽ മനസ്സിലാവും. അപ്പോൾ എന്താണ്, നമ്മൾ 7B വരെയേ ഉള്ളൂ. അപ്പോൾ ഇത് 2 എണ്ണം ഇവിടെ ആവശ്യമില്ല. ഈ 8Bയും 9Bയും നമ്മൾക്ക് ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ ഇത് 18 ടൈപ്പ് ഉണ്ട്, 6×6 3 ഇവിടെ നോക്കാം. 9H 8H 7H 6 5 4 വരെ ആദ്യത്തെ 6 1 2 3 4 5 6 ഇതാണ് ഹാർഡ്. ആദ്യത്തെ 6 ഹാർഡ്. പിന്നെ 3 2 1H അഥവാ H കഴിഞ്ഞിട്ട് പിന്നെ വരുന്നൊരു ഗ്രേഡ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 3 2 H കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് F ആണ്. F എന്ന് പറയുന്നത് ഫൈൻ ഗ്രേഡാണ്, ഫൈൻ ഗ്രേഡ്. പിന്നെ HB, പിന്നെ B. അപ്പോൾ എത്ര എണ്ണായി? 6 എണ്ണായി. 1 2 3 4 5 6. ഈ 6 എണ്ണാണ് ഹാർഡ് കഴിഞ്ഞ മീഡിയം. ഈ 6 എണ്ണാണ് മീഡിയം ഗ്രേഡ് വരുന്നത്. പിന്നെ അതിന് ശേഷം 2 3 4 5 6 7 അടുത്ത് വരുന്നതാണ് സോഫ്റ്റ് ഗ്രേഡ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് കാണുമ്പോൾ എളുപ്പമെന്ന് തോന്നുമെങ്കിലും ഈ 3H 2H ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. 3H 2H ഒക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. അപ്പോൾ കൺഫ്യൂഷൻ ആവും. ഇത് ഈ B നമുക്ക് കുറച്ച് സീരീസിൽ അവസാനത്തേക്കാണ്, അപ്പോൾ സോഫ്റ്റ് ആണെന്നുള്ള ഐഡിയ കിട്ടും. ഈ ഹാർഡ് എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. 4 വരെയാണോ 3 വരെയാണോ, ഈ 9Hലാണ് സ്റ്റാർട്ടിങ് എന്നുള്ളത് ചിലപ്പോൾ എക്സാം ഹാളിൽ നിന്ന് നമുക്ക് കത്തൂല. ചിലപ്പോൾ 10H സ്റ്റാർട്ട് ചെയ്യും ചില ആൾക്കാർ. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെ ആയിരിക്കുക 9H, കാരണം 10 എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് വന്നു, ഒറ്റ ഡിജിറ്റ് Hൻ്റെ കൂടെ വേണ്ടു. അപ്പോൾ 9H സ്റ്റാർട്ട് ചെയ്ത് എണ്ണോ, ഇങ്ങനെ 6 എണ്ണോ, 9 8 7 6 5 4 6 അത് കഴിഞ്ഞു ഹാർഡ്. പിന്നെ 3 2 1 1Hന് പകരം H. പിന്നെ Hനും HBയിലേക്ക് അടക്കം ഒരു ഫൈന് വരും. പിന്നെ ഒരു കണക്ഷനായിട്ട് HB, പിന്നെ വീണ്ടും B. അത് മീഡിയം ഗ്രേഡ്. അതിന് ശേഷം 6 സോഫ്റ്റ് ഗ്രേഡ്. ഇത് ഒന്ന് നോക്കി വെക്കണം. ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഈ സ്ലൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. പിന്നെ ഇതിൻ്റെ ഓരോ യൂസാണ്, ഒരു പർട്ടിക്കുലർ എന്ത് യൂസിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റുകളാണുള്ളത്. ക്വസ്റ്റ്യനിൽ ചോദിക്കുക ഏറ്റവും ഹാർഡസ്റ്റ് പെൻസിൽ ഏതാണെന്ന് ചോദിക്കും. ഏറ്റവും ഹാർഡസ്റ്റ് പെൻസിൽ ഏതാണ് ഹാർഡസ്റ്റ് പെൻസിൽ എന്ന് പറയുമ്പോൾ H കൂടിയത് 9H. ഏറ്റവും സോഫ്റ്റസ്റ്റ് പെൻസിൽ എന്ന് പറയുമ്പോൾ ഏതാണ്? 7B. 7B ആണ് ഏറ്റവും സോഫ്റ്റസ്റ്റ് പെൻസിൽ. ഇതിൽ ചെറിയൊരു പിന്നെ പ്രാക്ടിക്കലി നമുക്കൊരു ചെറിയ പ്രശ്നമുള്ളത്, ഹാർഡസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കറുത്ത നിറം കൂടിയതല്ല. ഹാർഡസ്റ്റ് എന്ന് പറയുന്നത് ഹാർഡ്നെസ് കൂടിയതാണ്. ഏറ്റവും ബ്ലാക്ക് കൂടിയത് 7B ആണ്. അത് വേണമെങ്കിൽ ഞാനൊരു പിക്ചർ എടുക്കാം. ഇതാ ഈ ഫിഗറിൽ കാണുന്നത് നോക്കിയാൽ മതി. 9H എന്ന് പറയുന്നതാണ് ഏറ്റവും ഹാർഡ്നെസ് കൂടിയത്. 9H ആണ് ഏറ്റവും ഹാർഡ്നെസ് കൂടിയത്. ഏറ്റവും കറുപ്പ് കൂടിയത് ബ്ലാക്ക്നെസ് ആണ്. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. ഹാർഡ്നെസ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, നമ്മളെ വരക്കുമ്പോൾ ഉള്ള കട്ടി കറുപ്പ് കളർ കൂടുതലല്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഒന്നും കൺഫ്യൂഷൻ ആവാനില്ല. ഏറ്റവും ഹാർഡ്നെസ് കൂടിയത് ഹാർഡസ്റ്റ് പെൻസിൽ 9H, ഹാർഡസ്റ്റിൻ്റെ H കൂടിയത് 9H. ഏറ്റവും സോഫ്റ്റസ്റ്റ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. സോഫ്റ്റസ്റ്റ് എന്ന് പറയുമ്പം മനസ്സിൽ വരണം, ഈ ഹാർഡസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടും, H വെച്ചിട്ട് പിടിക്കാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യനിൽ ഏറ്റവും സോഫ്റ്റസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. സോഫ്റ്റസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും ഹാർഡസ്റ്റിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ 7Bയിലേക്ക് എത്തണം. ഇത് ക്വസ്റ്റ്യനിൽ കുത്തണം കുറച്ച് പണിയുണ്ട്. ഇതിപ്പം പഠിക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും സോഫ്റ്റസ്റ്റ് 7B ആണെന്ന് കിട്ടണമെങ്കിൽ കൺഫ്യൂഷനാണ്. കാരണം ഓപ്ഷനിൽ എന്താ ഉണ്ടാവുമെന്ന് അറിയാം, 9B ഉണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമ്മളെ 18 എണ്ണേ ഇല്ലൂ, അപ്പോൾ 7B വരികയേ ഉള്ളൂ. അപ്പോൾ 7B ആണ് സോഫ്റ്റ് ഗ്രേഡ് പെൻസിൽ എന്ന് പറയുന്നത്. ഓരോ പെൻസിലിൻ്റെ ഓരോ ഗ്രേഡും ഓരോ പർട്ടിക്കുലർ യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് HB ഇവിടെ നോക്കുക. HB എന്ന് പറയുന്നത് ഡൈമെൻഷനിന് വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഫിഗർ വരക്കുന്നത്, അതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ച് ഇവിടെ ഈ ഡയമെൻഷൻ ലൈൻ വരക്കുമല്ല, ഈ വരക്കുന്ന ഈ ലൈൻ അത് HB പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരുപാട് ലൈനുകളെ പറ്റി പറയുന്നുണ്ട്. ഡയമെൻഷൻ ലൈൻ, സെൻറ്റർ ലൈൻ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കാണുന്നതൊക്കെ ഇതെന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. ഡയമെൻഷൻ ലൈൻ എന്താണ്, സെൻറ്റർ ലൈൻ എന്താണ്. അപ്പോൾ ഇത് ലൈനിൻ്റെ ടൈപ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഇതെന്താണെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് നോക്കുക. ഓരോ ഗ്രേഡും ഓരോ യൂസിന് വേണ്ടിയിട്ടാണ് ഉള്ളത്. ഇതും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ലൈൻ എന്താണെന്ന് മനസ്സിലാവാണ്ട് ഇതിപ്പം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. മെക്കാനിക്കൽ പെൻസിലുകൾ, നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന പെൻസിലുകളെ 2 പോയിൻ്റാണ് ഇവിടെ പറയുന്നത്. നമ്മളിപ്പോൾ പല ടൈപ്പ് പെൻസിലും ഉണ്ടാവും. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് പെൻസിൽ എന്ന് പറയുന്നതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ, അതായത് ഇതിൻ്റെ ഈ
ക്രോസ് സെക്ഷനിൽ വരുന്ന ഈ സൈഡില്ലേ നമ്മളെ പെൻസിലിൻ്റെയൊക്കെ സൈഡ്, അത് ഹെക്സഗണൽ ഷേപ്പിലായിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. ഇപ്പം പല ടൈപ്പും വരുന്നുണ്ട്, പക്ഷേങ്കിൽ ബേസിക് ഷേപ്പ് എന്ന് പറയുന്നത് ഹെക്സഗണലാണെന്ന് ഓർത്ത് വെക്കുക. മെക്കാനിക്കൽ പെൻസിലിൻ്റെ ലെഡിൻ്റെ ഡയമീറ്റർ അനുസരിച്ചിട്ടാണ്. ഇവിടെ ഇപ്പോൾ 0.5 mm എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് ലെഡിൻ്റെ ഡയമീറ്ററാണ്, റേഡിയസ് അല്ല, ഡയമീറ്റർ. ലെഡിൻ്റെ ഡയമീറ്ററിലാണ് മെക്കാനിക്കൽ പെൻസിൽ പറയുന്നത്. ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. സെറ്റ് സ്ക്വയർ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ടി സ്കെയിൽ പറഞ്ഞു, ബോർഡിൻ്റെ സൈഡിൽ വെക്കുന്ന ടി സ്കെയിൽ പാരലൽ ലൈന് വരക്കാനാണ്. അതുപോലെ അടുത്തൊരു ഇൻസ്ട്രുമെൻ്റാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള സെറ്റ് സ്ക്വയർ. അതിൻ്റെ ഒരു ആംഗിളിൻ്റെ 30, 60, 90 ഡിഗ്രി ഒരു സെറ്റ് സ്ക്വയർ. രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ 45, 45, 90 വരുന്ന രണ്ടാമത്തെ സെറ്റ് സ്ക്വയർ. ഇവിടെയും കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ 30, 60 സെറ്റ് സ്ക്വയറിൻ്റെ ബേസിക്കലി ജനറലി യൂസ് ചെയ്യുന്ന ലെങ്ത്ത് ഒരു സൈഡ് 25 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇതാണ് ടി സ്ക്വയർ, നമ്മൾ ആദ്യം പറഞ്ഞ ടി സ്ക്വയർ. ഇതിൽ ഒരു പോയിൻ്റ് അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടി സ്ക്വയർ ഈ ബോർഡിൽ ടച്ച് ചെയ്യുന്ന ഈ എഡ്ജിൻ്റെ പേര് എബോണി എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ടി സ്ക്വയർ ഇവിടെ വെക്കുന്ന ഈ എഡ്ജിൻ്റെ പേരാണ് എബോണി എഡ്ജ്. അടുത്തത് അതുപോലെ തന്നെ ആംഗിൾ മെഷർ ചെയ്യാനുള്ള പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രാൻസ്പെറൻറ്റ് സെമി സർക്കിൾ പാർട്ട്, അതിൽ അക്യുറേറ്റ് ആയിട്ട് ഡിഗ്രി മെഷർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 180 ഡിഗ്രിയാണ് ബോട്ടം ലൈനുകൾ, 180 ഡിഗ്രിയിലുണ്ടാവും. അത് വെച്ചിട്ട് നമുക്ക് ഓരോ ആംഗിൾ മെഷർ ചെയ്യാം. എഞ്ചിനീയറിങ്ങിന് പോയവർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും, അല്ല IT കാർക്ക് അറിയുന്നുണ്ടാവും. മിനി ഡ്രാഫ്റ്ററിൻ്റെ യൂസ്, ഇവിടെ ഒരു ക്ലാമ്പ് വെച്ചിട്ട് ഒരു സ്ക്രൂ വെച്ചിട്ട് ഇതാണ് നമ്മൾ ബോർഡിൽ ഫിക്സ് ചെയ്യുന്നത്. 2 ആമുകളുണ്ടാവും. അതിൽ ലോവർ ആമിൽ ഇതുപോലെ ഒരു പെർപെൻഡിക്കുലർ 2 സ്കെയിലുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് യൂസ് ചെയ്തിട്ടാണ് മിനി ഡ്രാഫ്റ്ററിനെ നമ്മൾ സ്കെയിൽ ചെയ്യുന്നത്. ഇതിൽ കൺഫ്യൂഷനിലുള്ള ഒരേ ഒരു പോയിൻ്റ് എന്നുള്ളത്, മിനി ഡ്രാഫ്റ്റർ യൂസ് ചെയ്തിട്ട് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് യൂസ് ചെയ്തവർ ഇതിലെ ആംഗിൾ അധികം യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേങ്കിൽ മിനി ഡ്രാഫ്റ്ററിൻ്റെ ഈ കാണിക്കുന്ന ഇൻഡെക്സ് പ്ലേറ്റിൻ്റെ അകത്ത് ഈ നോബിൻ്റെ അവിടെ ആംഗിൾ മെഷർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതില്ലോ, മിനി ഡ്രാഫ്റ്റർ 2 ആം, ഒരു പെർപെൻഡിക്കുലർ 2 സ്കെയിലുകൾ, അതിൻ്റെ നോബിൽ ഒരു എന്തുണ്ട്, പ്രൊട്രാക്ടറിൻ്റെ ഹെഡ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ആംഗിൾ മെഷർ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുമ്പം മിനി ഡ്രാഫ്റ്റർ വെച്ചിട്ട് എന്തൊക്കെ മെഷർ ചെയ്യാമെന്ന് നോക്കുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ അറിയാം, പിന്നെ അതുപോലെ ഇൻക്ലൈൻഡ് ലൈൻസ്, പിന്നെ എന്ത് വരാം, ആംഗിൾസും കൂടി ഉണ്ട് എന്ന് ആലോചിക്കുക. അതുപോലെ നമ്മളെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ചെയ്യാം, ഇൻക്ലൈൻഡ് ലൈനും വരക്കാം, അതുപോലെ വെർട്ടിക്കൽ ലൈനും വരക്കാം. ഇവിടെ അതുപോലെ മിനി ഡ്രാഫ്റ്റർ വരുമ്പോൾ ആലോചിക്കേണ്ടത് ഇവിടെ ഒരു ആംഗിളും കൂടെ നോബിലുണ്ട് എന്ന് ആലോചിക്കുക. നമ്മളെ ഇതൊന്നും ഒരു ഇമ്പോർട്ടൻ്റേ അല്ല. ഡ്രോയിങ് ടെംപ്ലേറ്റ്സ്, ഡ്രോയിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ഷേപ്പുകൾ വരക്കാനുള്ള ഡ്രോയിങ് ടെംപ്ലേറ്റ്സ് വുഡിനെ കൊണ്ട് ഉണ്ടാക്കാം, പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് ഉണ്ടാക്കാം. അടുത്തതാണ് കോമ്പസ്. ഇപ്പോൾ നമ്മൾ ഓരോ ഡ്രോയിങ് ഇൻസ്ട്രുമെൻ്റായിട്ട് ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഇതിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന പോയിന്റുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് കോമ്പസ് സാധാരണ നമ്മളെ കോമ്പസ്, വട്ടം വരക്കാനുള്ള കോമ്പസ്. ഒരു ഭാഗത്തൊരു നീഡിലുണ്ടാവും, മറ്റേ ഭാഗത്ത് എന്തുണ്ടാവും, ഒരു പെൻസിലുണ്ടാവും. ഇതിൽ തന്നത് ഇത് കോമ്പസ് അല്ല, ഇത് ഡിവൈഡറാണ്. 2 ഭാഗത്തും നീഡിലുള്ളത് ഡിവൈഡറാണ്. കോമ്പസ് എന്ന് പറയുന്നത് സാധാരണ ഒരു നോൺ മെഷർമെൻറ്റ്, ഒരു ഇത്ര റേഡിയസ് ഉള്ള ഒരു ആംഗിൾ വരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്, ഒരു സർക്കിൾ വരക്കാൻ യൂസ് ചെയ്യുന്നതാണ് കോമ്പസ്. അടുത്തത് ഡിവൈഡർ എന്ന് പറയുന്നത് 2 ഭാഗത്ത് നീഡിലുള്ളതാണ്. മറ്റേത് സർക്കിൾ വരക്കാനാണെങ്കിൽ ഇതെന്തിനാണ് യൂസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലൈൻ നോക്കിയാൽ മതി. നമ്മളൊരു ലൈന് അഥവാ ഒരു കർവ്, ഇതിലൊക്കെ ഇപ്പോൾ ഒരു ഈ ഒരു ഡിസ്റ്റൻസിലുള്ള ഇങ്ങനെ സെറ്റാക്കി തിരിക്കണമെങ്കിൽ ഈ ഡിവൈഡർ ഇവിടെ വെക്കും. എന്നിട്ട് ഈ ആംഗിൾ കറക്റ്റ് ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഇത് ഇപ്പുറത്തേക്ക് എടുക്കും, ഇവിടെ ഒരു പീസ് കിട്ടി. ഇവിടെ ഇത് ഇപ്പുറത്തേക്ക് എടുക്കും, ഇവിടെ ഒരു പീസ് കിട്ടി. അതുപോലെ ഈ ലൈനിൽ
ഇപ്പോൾ ഒരു അളവൊന്നുമില്ലാതെ ഈ ഡിസ്റ്റൻസിൽ ഇതിനെ കട്ട് ചെയ്ത് പോകണമെങ്കിൽ എന്ത് ചെയ്യുക, ഡിവൈഡർ ഇവിടെ വെക്കും, ഇത് ലോക്ക് ചെയ്യും. പിന്നെ അതേ ഡിസ്റ്റൻസ് ഇവിടേക്ക് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും വരിക, ഡിവൈഡറിൻ്റെ യൂസേജ്. ദിസ് ഈസ് യൂസ്ഡ് ടു ഡിവൈഡ് എ ലൈൻ ഒരു കർവിൻ്റെ ഈക്വൽ പാർട്സിൽ ഡിവൈഡ് ചെയ്യാനുള്ളതാണ്. പിന്നെ അതുപോലെ മെഷർമെൻറ്റ് ചെക്ക് ചെയ്യാൻ, എല്ലാ ഭാഗത്തും ഇതേ മെഷർമെൻ്റ് ആണോ ഇവിടെ വന്നിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവൈഡർ യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് ഫ്രഞ്ച് കർവ്. ഇത് ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും ഇതൊന്നുമില്ല, ഇതൊരു ചെറിയ സംഭവമാണ്. ചില ഡ്രോയിങ്ങിൻ്റെ സമയത്ത് പിന്നെ പ്രോപ്പറായിട്ടില്ല, ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ കർവോ അല്ലെങ്കിൽ അതൊന്നല്ലാതെ ഇറഗുലർ ആയിട്ടുള്ള കർവുകൾ വരക്കേണ്ടി വരും. അപ്പോൾ ഫ്രീ ഹാൻഡായിട്ട് വരക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഇറഗുലർ ആയിട്ടുള്ള കർവുകൾ, ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുകൾ ഉള്ള ഒരു നമ്മൾ ഉള്ള ഇത് ആർക്കുകൾ അഥവാ കർവുകൾ ഒക്കെ വരക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഒരു ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് ഫ്രഞ്ച് കർവ് എന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കത്തുവരും. അപ്പോൾ ഫ്രഞ്ച് കർവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്ലാസ്റ്റിക് അഥവാ ഉണ്ടാക്കുന്ന കുറച്ച് ഇറഗുലർ ഷേപ്പുകൾ ഉൾപ്പെടുന്ന ഒരു പീസ്, അത് യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഇറഗുലർ കർവുകൾ ഷേപ്പുകൾ ഒക്കെ വരക്കുന്നതിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് സർക്കിൾ മാത്രമല്ലേ വരക്കാനാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്രഞ്ച് കർവ്സ്. ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പ്രീവിയസ് ഇയറിൻ്റെ. അത് വെച്ചിട്ട് നമ്മൾ ഈ പഠിക്കുന്ന സാധനത്തിൽ എന്താണ് ക്വസ്റ്റ്യനിൽ വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിലിപ്പോൾ നമുക്കറിയാത്ത ഇൻസ്ട്രുമെൻറ്റ്സിൽ അറിയാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ അതിലെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന ടോപ്പിക് ഏതാണെന്ന് തിരിച്ചറിയുന്നതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെയിൽവേയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു.